ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 തരം സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ട്. പിന്നെ നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് സ്നാക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്നാക്കും കൂടെയാണ്. അപ്പോൾ ആദ്യത്തേത് ഈ ഒരു സ്നാക്കാണ് റെഡിയാക്കി എടുക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിത്തിരി ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് പഴംപൊരിയുടെ ആ ഒരു അത്രയും കട്ടിയിൽ മാവ് റെഡിയാക്കി എടുക്കണ്ട, അതിനാട്ടിലും കുറച്ച് ലൂസിലാണ് ഈ മാവ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്കിത് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത്, അധികമായിട്ട് കട്ടിയാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്തെടുക്കുന്നത്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അതും കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കലക്കി റെഡിയാക്കി എടുക്കണം. കെട്ടാതെ നന്നായിട്ട് കലക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 പഴമാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതിലേക്ക് 1 പഴം ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്കിതിൽ ചായക്കടി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതൊരു 5-6 ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 5-6 ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബ്രെഡിൽ വെച്ച് കോട്ട് എടുത്തിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ നിന്ന് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ട് പ്ലേറ്റിലൊക്കെ എല്ലാതും റെഡിയാക്കി എടുത്തിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എല്ലാതും ഒരുമിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ ഒരു 5-6 ഒരുമിച്ചിട്ട് ഇതുപോലെ ഇട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു ഭാഗം ഒന്നായി വന്നാൽ നമുക്കിത് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് പഴം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്ത റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പിലോ ഗ്ലാസ്സിലോ അളന്നെടുക്കുക. അപ്പോൾ 1 ഗ്ലാസ്
മൈദപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമായിട്ട് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മാവ് കലക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാ ആദ്യം കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ആ മാവ് ഞാൻ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. നല്ലോണം മുട്ടയും പഞ്ചസാരയൊക്കെ മിക്സാക്കി എടുക്കണം. അപ്പോൾ ആ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ കലക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒരു നേന്ത്രപ്പഴം, ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം എടുത്ത് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഇതിന് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് തേങ്ങയും കൂടെ മേലെ ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു ബാറ്ററും കൂടെ ഇതിൻ്റെ മേലേക്കൊന്ന് ഒരു 2 ടേബിൾ സ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ടെടുക്കാം. അധികം ഡ്രൈ ആകുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇനി പഴം നമ്മൾ നേരത്തെ ഇതിൽ വെച്ചിട്ടുള്ള പഴമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് ഒരു മിനിറ്റ് നേരം ഒന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. ഈസി ആയിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കാഷ്യൂനട്ടോ മുന്തിരിയൊക്കെ ഈ ഒരു തേങ്ങയ്ക്ക് പകരമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ടൈമിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതാ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 തരം റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വൈകുന്നേരത്തെ സ്നാക്കായിട്ട്